ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലൊരു ടിഷ്യൂ ബോക്സ് എടുത്തിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ടിഷ്യൂ ബോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് അധികം വേണം നമുക്ക് ആ ബോക്സ് കവർ ചെയ്യാൻ കംപ്ലീറ്റ് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ കാർഡ്ബോർഡ് പീസിന് നമുക്ക് ഈ ബോക്സിൽ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനാദ്യം വൈറ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പീസും ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 4 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഇതുപോലൊരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു റെഡ് കളർ റിബണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റിബണിന് പകരം കളർ പേപ്പർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. എന്നാൽ ഇതുപോലെ ഒന്ന് 4 സൈഡൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ഹെഡ് ഷേപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റോറേജ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.